ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ക്യാരറ്റും അതുപോലെ തന്നെ അരിയും വെച്ചിട്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഒരു പായസമാണ്. നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പൊ ഈ ഒരു പായസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇവിടെ വിന്ററിലൊക്കെ കിട്ടുന്ന ഈ ഒരു റെഡിഷ് കളറുള്ള ഒരു ക്യാരറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇതേ ഒരു പായസം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധാരണ ഓറഞ്ച് ക്യാരറ്റ് വെച്ചിട്ടും ചെയ്തിട്ടെടുക്കാം, ഒരു കുഴപ്പമില്ല. അപ്പൊ ഇവിടെ സീസൺ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇതാണ് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്യാരറ്റ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ക്യാരറ്റ് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് അതിന്റെ ആ ഒരു തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് കൊണ്ടുവരാം. അപ്പൊ ഞാനിവിടെ ക്യാരറ്റ് ഒക്കെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അതിന്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം. ഇപ്പൊ ഞാനിത് ആ ക്യാരറ്റ് ഒക്കെ നന്നായിട്ട് ഇവിടെ ഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ഈ ഒരു പായസത്തിലേക്ക് മെയിൻ ആയിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ അരിയാണ്. അപ്പൊ ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ ബസ്മതി അരി നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറായിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് ഇത്. അപ്പൊ ഈ ഒരു കുതിർത്ത് വെച്ചിട്ടുള്ള അരി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കണം. അപ്പൊ അരയ്ക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ അരിയുടെ കഷ്ണങ്ങൾ നമുക്ക് ഇതുപോലെ കാണാൻ വേണ്ടി കിട്ടണേ. അപ്പൊ നമ്മൾ പായസം കുടിക്കുന്ന സമയത്തും ഈ അരി നമുക്ക് കുറച്ച് കടിക്കാനായിട്ട് കിട്ടണം. പിന്നെ അതുപോലെ തന്നെ മിക്സിയിലൊക്കെ അടിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു പൾസ് മോഡിലിട്ടിട്ട് ഒന്ന് നിർത്തിയിട്ട് വേണം ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതാ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇതാ നെയ്യൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം കാഷ്നട്ടും അതുപോലെ തന്നെ മുന്തിരി നമുക്കൊന്ന് വറുത്ത് കോരാം. ഞാനിവിടെ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് വറുത്ത് കോരുന്നത്. ഞാനിവിടെ ഒരു 8 കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാഷ്നട്ട് ഒരു 4 ആയിട്ടൊക്കെ മുറിച്ചിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരുപാട് കൂട്ടി വെക്കാതിരിക്കാൻ നോക്കണേ, പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതാ കാഷ്നട്ടൊക്കെ നമുക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് കളർ മാറി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് നെയ്യിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് അതുപോലെ തന്നെ മുന്തിരി ഒന്ന് വറുത്ത് കോരാം. ഇപ്പൊ ഞാനിവിടെ മുന്തിരി ഒരു 30 എണ്ണം എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇതാ മുന്തിരിയൊക്കെ നന്നായിട്ടൊന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതും നമുക്കൊന്ന് കോരി മാറ്റി വെക്കാം. ഇപ്പൊ ഇതാ ഇത് രണ്ടും നമ്മൾ വറുത്ത് കോരിയിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ട് തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പൊ ആ ക്യാരറ്റിന്റെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ. ഒരു 5 മിനിറ്റ് ഒക്കെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും ക്യാരറ്റിന്റെ കളറൊക്കെ നന്നായിട്ട് മാറി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും ക്യാരറ്റ്. ഇപ്പൊ ഇതാ നമ്മൾ ഒരു 5 മിനിറ്റ് ആയിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ക്യാരറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് കാണാം കളറൊക്കെ നന്നായിട്ട് മാറി സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ക്യാരറ്റ്. അപ്പൊ ആ ക്യാരറ്റിന്റെ പച്ച ചൊവയൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് വേണം നമുക്ക് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ 1 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ml കപ്പിൽ 4 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഇതാ പാലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. അപ്പൊ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ ഇതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ പാലൊക്കെ നമുക്ക് ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് വേണം നമുക്ക് നമ്മൾ നേരത്തെ ഒന്ന് അരച്ചു മാറ്റി വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ അരി ഞാൻ ഇവിടെ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുറുക്കിയെടുക്കണം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള അരിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ട് അതുപോലെ തന്നെ പാലൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകി ഒന്ന് വറ്റി വരാനുണ്ട്. അപ്പൊ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ ഇതുപോലെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് സൈഡിലുള്ളതൊക്കെ ഇതുപോലെ ഒന്ന് വടിച്ചിട്ടിട്ട് കൊടുക്കാൻ വേണ്ടി നോക്കുക, അല്ലെങ്കിൽ അത് കരിഞ്ഞു പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ ഇതാ കണ്ടില്ലേ, പായസമൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറുകി വരുന്നുണ്ട്. ഇതാ ഇപ്പം നമ്മൾ കുറച്ചു നേരമായിട്ട് ഇളക്കി കൊടുത്തൊന്ന് കുറുക്കി എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൽ അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാലിൻ്റെ അളവും കുറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് വേണം നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഒരു 1/4 കപ്പിലും കുറച്ചും കൂടെ കുറവ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ഇത്രയാണ് ചേർക്കുന്നത്. അപ്പൊ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഞാൻ അതിന്റെ കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കാം, അതുപോലെ തന്നെ മുഴുവനായിട്ടും പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് മാത്രം. ഇനി നമുക്ക് എല്ലാം കൂടെ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചു നേരം കൂടെ ഒന്ന് തിളച്ചിട്ടൊന്ന് കുറുകി വരട്ടെ. ഇപ്പം ഇതാ കുറച്ച് സമയം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് പായസമൊക്കെ നമുക്ക് നന്നായിട്ട് തിളച്ച് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് അരിയൊക്കെ നമ്മൾ ചേർത്തുകൊണ്ട് തന്നെ കുറച്ചു നേരം ഇരിക്കുന്ന സമയത്ത്, അതായത് തണുത്ത് വരുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും. അപ്പൊ നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ ഞാനിവിടെ 2 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള കാഷ്നട്ടും അതുപോലെ തന്നെ മുന്തിരിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം എല്ലാം കൂടെ. ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് കാഷ്നട്ടിനും മുന്തിരിക്കും പകരം നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സ് ആണോ ഉള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കാം. പിസ്തയോ അല്ലെങ്കിൽ ബദാമോ ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതാ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ ഇതിന്റെ കളർ കാണാൻ വേണ്ടിയിട്ട്. ആ മേലെ അങ്ങനെ ഓറഞ്ച് വന്ന് കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ ഇളക്കാതെ വെച്ചുകൊണ്ടാണ് മേലെ മാത്രം ഓറഞ്ച് ഇങ്ങനെ വന്ന് കിടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ചൂടോടെയോ അല്ലെങ്കിൽ തണുപ്പിച്ചിട്ടൊക്കെ കഴിക്കാം. ഭയങ്കര ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട്.
അപ്പം ഞാനിത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് പിസ്ത പൊടിച്ചിട്ട് ഇതിന്റെ സൈഡിലൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയണം. നമുക്ക് അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.